ഹരി ഓം ജയ ഗുരു. ഹരി ഓം ജയ ഗുരു. വാൽമീകി സ്തുതി. കാരണം വാൽമീകിയാണല്ലോ മൂലകൃതി രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വാൽമീകി ഋഷിയെ സ്തുതിച്ചിട്ട് വേണം നമ്മൾ ഗ്രന്ഥവ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ. തുടർന്ന് ആഞ്ജനേയ സ്തുതിയും ശ്രീരാമന്റെ പരമഭക്തനായ ശക്തിസ്വരൂപനായിരിക്കുന്ന ആഞ്ജനേയനെ സ്തുതിച്ചിട്ട് വേണം നമ്മൾ പാഠത്തിലേക്ക് പ്രവേശിക്കാൻ. നോക്കൂ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അപ്പോ കഴിഞ്ഞ ഭാഗങ്ങളില് നമ്മളെ തുഞ്ചത്ത് എഴുത്തച്ഛൻ തൻ്റെ ഗ്രന്ഥരചനയുടെ മുമ്പേ അല്ലെങ്കിൽ ആരൊക്കെയാണോ വന്ദിക്കേണ്ടതെങ്കിൽ ആ വന്ദ്യന്മാരെയെല്ലാം വന്ദിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശ്രീരാമായണ രചനയിലേക്ക് അല്ലെങ്കിൽ രാമായണ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നത്. നോക്കാം നമുക്ക്. ശ്രീരാമായണം പുര വിരീഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ദാദാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. നമ്മുടെ രാമായണത്തിന്റെ രചനയിലെ ഒരു മഹാത്മ്യം എന്ന രീതിയിൽ എഴുത്തച്ഛൻ പറയുകയാണ്, ഈ രാമായണം എന്നുണ്ടല്ലോ അതീവ ശ്രേഷ്ഠ ഗ്രന്ഥമാണ്. എത്ര ശ്ലോകമുണ്ട്? 24,000 ശ്ലോകമുണ്ട് അല്ലെങ്കിൽ ഉണ്ട്. ഇന്നും അത് ലഭ്യമാണ് വാൽമീകീയ രാമായണത്തിൽ. വാൽമീകീയ രാമായണം അത് സംസ്കൃതത്തിന്റെ പദാനുപത തർജ്ജമാണ്. വേറെ ഒരു ഭാഗത്ത് വാൽമീകി രാമായണ വ്യാഖ്യാനം എന്ന രീതിയിൽ വീഡിയോകൾ ചെയ്തു വരുന്നുണ്ട്. ചില പ്രത്യേക കാരണങ്ങളാൽ കുറച്ച് ദിവസങ്ങളായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഏതായാലും ഈ രാമായണ മാസാചരണമായതുകൊണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ അധ്യാത്മ രാമായണമാണ് പാരായണം ഭക്തി രൂപേണ ചെയ്തു പോരുന്നത്, ഗ്രാമങ്ങളിലെല്ലാം തന്നെ. അപ്പം അതുകൊണ്ട് ആണ് ഇപ്പോൾ അധ്യാത്മ രാമായണം നമ്മൾ വ്യാഖ്യാനം ചെയ്യുക എന്ന് തീരുമാനിച്ചത്. അപ്പൊ ഇവിടെ പറയുന്നു, എന്താണ് ഈ രാമായണത്തിന്റെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഗ്രന്ഥം പഠിക്കുന്നതിന് മുമ്പേ അല്ലെ അപ്പൊ അതിന്റെ മഹാത്മ്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇത്രമാത്രം ശ്രേഷ്ഠമായ ഗ്രന്ഥമാണോ രാമായണം എന്നറിഞ്ഞതിന് ശേഷമാണ് രാമകഥ അല്ലെങ്കിൽ രാമന്റെ അയന കഥയിലേക്ക് നമ്മൾ പോകാറ് ഇല്ലേ. ഭാഗവത മഹാത്മ്യം ഉണ്ട്. അതേപോലെ ഭാഗവതം തുടങ്ങുന്നതിന് മുമ്പേ ആദ്യ ഭാഗം ഭാഗവത മഹാത്മ്യമാണ്. അതേപോലെ ഇവിടെ രാമായണ മഹാത്മ്യത്തെ കുറിച്ചാണ് എഴുത്തച്ഛൻ പറയുന്നത്. നോക്കൂ. ശ്രീരാമായണം പുരാ. പുരാ മീൻ അർത്ഥം പണ്ട്. ഈ രാമായണം ഉണ്ടല്ലോ പുരാ പണ്ട് വിരിഞ്ച വിരചിതമാണ്. വിരിഞ്ചൻ എന്ന് പറഞ്ഞാല് ബ്രഹ്മാവ് അല്ലെ. ബ്രഹ്മാവിനാൽ വിരിയപ്പെട്ടുള്ള അല്ലെങ്കിൽ അത് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്, രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആദ്യ രാമായണം ബ്രഹ്മാവാണ്, അല്ലെങ്കിൽ എല്ലാം ബ്രഹ്മാവാണെന്നാണല്ലോ ഉത്ഭവിക്കുന്നത്. അപ്പൊ അത് വിരിഞ്ച വിരചിതമാണ്. അത് 100 കോടി ഗ്രന്ഥം ഉണ്ട്. 100 കോടി ഗ്രന്ഥമുണ്ടില്ലത് ഭൂമി തന്നിൽ.
ആ രാമായണം ഈ 24,000 ശ്ലോകമൊന്നുമല്ല, പിന്നെയോ 100 കോടി. ഇവിടെ 100 കോടി എന്ന് പറഞ്ഞ കുറച്ച് അതിശയോക്തിയായി പറഞ്ഞതായിരിക്കാം. കോടി എന്ന സംസ്കൃത പദത്തിന് പ്രകാരം എന്നും അർത്ഥമുണ്ട്. അപ്പൊ 100 പ്രകാരത്തിൽ എന്ന് വേണമെങ്കിൽ എടുക്കാം. 100 കോടി ശ്ലോകത്തിൽ എന്നും നമ്മൾക്ക് അറിയില്ലല്ലോ, അത് ബ്രഹ്മലോകത്തിലല്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമുക്ക് ലൈബ്രറി തെരഞ്ഞാലൊന്നും ബ്രഹ്മാവിന്റെ രാമായണം തപ്പിയാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇന്ന് ലഭ്യമായത് വാൽമീകി രചിച്ചിട്ടുള്ള രാമായണത്തിന്റെ 24,000 ശ്ലോകം ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. അപ്പൊ അവിടെ ഓരോ ഗ്രന്ഥവും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ശ്ലോകങ്ങളാണല്ലേ. അതായത് മഹാഭാരതം എത്ര ശ്ലോകം ഉണ്ടെന്നാ? 1,25,000 ശ്ലോകമുണ്ട്. ഇന്നും നമ്മുടെ ലൈബ്രറികളിൽ ഉണ്ട് വ്യാസമഹാഭാരതത്തില്. ഇല്ലേ, യോഗവാസിഷ്ഠം എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രന്ഥം, അതിൽ 32,000 ശ്ലോകം ഉണ്ടെന്ന് പറയുന്നുണ്ട് ഏതാണ്ട്. അതായത് വസിഷ്ഠ ഗുരു കേവലം 16 വയസ്സുള്ള രാമന് ഞാനാൽ ഭരിക്കപ്പെടാൻ പോകുന്ന ഈ രാജ്യത്തെ ഒന്ന് ചുറ്റിക്കാണണം എന്ന് പറഞ്ഞ് ദേശാടനം കഴിഞ്ഞ് വന്നപ്പോൾ രാമൻ രാജ്യവും വേണ്ട ഭരണവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശോകമുഖനായിരിക്കുന്ന സപ്രസ് ആയിരിക്കുന്ന രാമനെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി വസിഷ്ഠൻ, നമ്മുടെ രാമായണത്തെക്കാൾ തത്വോപദേശങ്ങൾ ഉള്ളതാണ് യോഗവാസിഷ്ഠം. അതിൽ 32,000 ശ്ലോകമുണ്ട്. ആ 32,000 ശ്ലോകം കംപ്ലീറ്റ് തത്വോപദേശങ്ങളാണ്. വസിഷ്ഠ മുനി ശ്രീരാമനെ പിടിക്കപ്പെട്ട ആ ശോകമുഖതയെ അകറ്റുന്നതിന് വേണ്ടി കൊട്ടാരത്തിൽ വെച്ച് നടത്തിയ പ്രൗഢഗംഭീരമായ മുനിവാക്യങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷെ നിങ്ങളാരും. യോഗവാസിഷ്ഠം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അതില് 32,000 ശ്ലോകമുണ്ട്. ഇവിടെ പറയുന്നു. അപ്പൊ ഇവിടെ ഇതൊക്കെ ഒരു ഏതാണ്ട് നമുക്ക് ഇങ്ങനെ പ്രകാരം എന്ന് പറയാം. അപ്പോൾ ഈ ബ്രഹ്മാവ് രചിച്ച രാമായണത്തില് 100 കോടി ശ്ലോകം എന്തെന്നാ പറയുന്നത്. പക്ഷെ അത് ഭൂമിയിൽ ലഭ്യമല്ല. അത് ദേവന്മാർക്ക് അവരുടെ ലൈബ്രറിയിലായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുക. ഇനി ഭൗമലോകത്തിലാണ്. ഇനി പറയുന്നത് എന്താ? രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ. കഥകളൊക്കെ നമുക്ക് ഏവർക്കും അറിയാം. രാമ 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 എന്ന് ജപിച്ചു വന്ന ഒരു കാട്ടാളൻ അല്ലേ ആയിരുന്നല്ലോ ആദ്യം. പിന്നെയല്ലേ നമ്മുടെ വാൽമീകി ഋഷിയായി മാറിയത്. കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോ ഒരിക്കല് ഈ രാമനാമത്തെ ജപിച്ച് വന്ന ആ കാട്ടാളൻ മുന്നം വളരെ പണ്ട് മാമുനിപ്രവരനായി വന്ന കഥ. അദ്ദേഹമാണല്ലോ വാൽമീകത്താൽ മൂടപ്പെട്ട് പുറ്റിനാൽ മൂടപ്പെട്ട് അതിൽ നിന്ന് അദ്ദേഹത്തിന് മെഡിറ്റേഷൻ വഴി കിട്ടിയ ആത്യന്തിക സത്യജ്ഞാനം നേടിയ ഋഷിയായി പരിണമിക്കുകയാണ് ഉണ്ടായത്. രത്നാകരൻ എന്നായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്. രത്നാകരൻ വാൽമീകമായി മാറിയ, അതിലേക്ക് പോകുന്നില്ല, വ്യാഖ്യാനിക്കുമ്പോൾ ഒരുപാട് സമയം പോകും. അപ്പൊ ഇവിടെ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു. അദ്ദേഹം പിന്നീട് മഹാമുനിയായി മാറുകയാണ് ഉണ്ടായത്. ആദ്യം ഒരു കാട്ടാളനായിരുന്നു, പിടിച്ചുപറിക്കാരനായിരുന്നു അല്ലേ. സപ്തർഷികളെ പിടിച്ചുപറിക്കാൻ വന്നപ്പോൾ ാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. ആ മുനിമാര പറഞ്ഞു കൊടുത്ത പ്രകാരം അല്ലെ കുടുംബത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടിയിൽ നിന്നാണ് അദ്ദേഹം തപസ് അനുഷ്ഠിക്കാൻ പോയതും പിന്നീട് മഹാമുനിയായതും ഒക്കെ കഥ നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോ മാമുനിപ്രവരനായി വന്നതു കണ്ട് ആ കാട്ടാളൻ മഹാമുനിയായി മാറി. ഒരു റിഫോർമേഷൻ took place in the life of വാൽമീകി. വാൽമീകിയുടെ ജീവിതത്തിൽ വലിയൊരു പരിവർത്തനം ഉണ്ടായ മഹാമുനിയായി മാറി വന്നത് ആര് കണ്ടു? ദാദാ ബ്രഹ്മാവ് കണ്ടു. അങ്ങനെയാണ് ഒരു ദിവസം ബ്രഹ്മാവ് ദേവലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് വാൽമീകി ഋഷിയുടെ ആശ്രമത്തിലെത്തുന്നത് അല്ലേ. അങ്ങനെയാണല്ലോ വാൽമീകി രാമായണത്തിന്റെ തമസാ നദിക്കരയിൽ അല്ലേ ആ സന്ധ്യാവന്ദനത്തിന് പോവുകയും അവിടെ വെച്ച് ഒരു
ക്രൗഡ് അല്ലെങ്കിൽ ഒരു കൂട്ടം ക്രൗഞ്ചമിഥുനങ്ങൾ ഇരിക്കുന്നത് കണ്ട് ഒരു കാട്ടാളൻ അമ്പെഴുകയും അതിൽ പക്ഷി താഴെ വീഴുന്നു. അപ്പോൾ ആ മുനിയുടെ വായിൽ നിന്ന് മാനിഷാദ എന്ന ആ ശ്ലോകം വരികയൊക്കെ ഉണ്ടായത്. അങ്ങനെ അത് വാൽമീകിയത്തിൽ അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പം അത് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് വേണ്ടവർക്ക് അത് വീഡിയോ എടുത്ത് നോക്കാം. പിന്നെ ഈ വീഡിയോസ് എല്ലാം തന്നെ PVN ഗ്ലോബൽ ലഭ്യമാണ്. PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്താൽ ഇത്തരം വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പലർക്കും ചോദിക്കാറുണ്ട് പാർട്ട് 1, 2 ഒന്നും കിട്ടിയില്ല എന്നുള്ളത്. അങ്ങനെ വരുന്നവർക്ക് നമ്മുടെ PVN ഗ്ലോബൽ സെർച്ച് ചെയ്താൽ അതിൽ പ്ലേലിസ്റ്റ് ഉണ്ട്. പ്ലേലിസ്റ്റിൽ ഓരോന്നെടുത്താലും നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ലഭിക്കുന്നതാണ്. അറിയാത്തവർക്കാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇത് പരമാവധി ഭക്തജനങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ 100 കോടി ഗ്രന്ഥമുണ്ടില്ലത് ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളം മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ട് അദ്ദേഹം മുനിശ്രേഷ്ഠനാണ്, അല്ലെ, യോഗ്യത നേടിയിട്ടുണ്ട് എന്ന് ബ്രഹ്മാവിന് ബോധ്യം വന്നതനുസരിച്ച്. അങ്ങനെയാണല്ലോ തത്വോപദേശം നൽകുക. എപ്പോഴും അത് ആർക്കാണ്? അർഹിക്കുന്നവർക്കാണ്, അല്ലെ. പാത്രം നോക്കി എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാണ്ട് ഒഴിച്ചാൽ അത് പുറത്തേക്ക് പോവുള്ളൂ. അപ്പൊ നമുക്ക് എപ്പോഴും ഒരാൾക്ക് ഉപദേശം നൽകുമ്പോൾ ആ ഉപദേശം സ്വീകരിക്കാൻ പറ്റിയ സ്വീകർത്താവാണോ എന്ന് നോക്കിയിട്ട് വേണം ഉപദേശിക്കാൻ. ഇന്നത്തെ മാർക്കറ്റിൽ ചെലവാത്ത ഒന്നാണ് ഉപദേശം. കാരണം ആർക്കും ആവശ്യമില്ല. അപ്പൊ ഇവിടെ രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളം മുന്നം മാമുനിപ്രനായി വന്നത് കണ്ടിട്ട് ദാദാ ബ്രഹ്മാവ് എന്താ പറയുന്ന നോക്കൂ, ഭൂമിയിലുള്ള ജന്തുക്കൾക്ക്, നമ്മുടെ ഈ ഭൂമിയിൽ ഉള്ള ജന്തുക്കൾക്ക്, എന്താണ് ഈ ജന്തുക്കൾ എന്ന് പറഞ്ഞ ജനിച്ചവരെയാണ് ജന്തുക്കളിൽ പെടും. അപ്പൊ മനുഷ്യനും ജന്തുക്കളിൽ പെട്ട തന്നെയാണ്. അപ്പോ ജന്തുവായി ജനിക്കുന്നു, പിന്നെ മനുഷ്യനായി അവസാനിക്കുന്നു, അല്ലെ. അത് മനുഷ്യനാവുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ വേറെ കാര്യം. മനനം ചെയ്യാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. അപ്പോൾ ജനിക്കുമ്പോൾ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ് ഇല്ല എങ്കിലും, വ്യക്തിബോധം ഇല്ല എങ്കിലും, പിന്നീട് ഒരുപാട് അനുഭവങ്ങൾക്ക് വിധേയമായി, തന്റെ ചിന്തനങ്ങൾക്ക് വിധേയമായി മനുഷ്യനായി മാറുകയാണ്. പിന്നെ ചിലര് ജന്തുവായി ജനിക്കുന്നു, ജന്തുവായി ജീവിക്കുന്നു, ജന്തുവായി മരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാതെ, അതായത് ഇവിടെ പറയുന്നത് അതുകൊണ്ടായിരിക്കാം എഴുത്തച്ഛൻ ഭൂമിയിലുള്ള എല്ലാ ജന്തുക്കൾക്കും എന്നുള്ളത്, ആൾ ബീയിങ്സിനെ. അപ്പോൾ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി, അവർക്കൊക്കെ മോക്ഷം വേണോ? നമ്മളൊക്കെ ഇപ്പൊ ഈ രാമായണം വായിക്കുന്നത് എന്തിനാണ്? സാൽവേഷൻ, അല്ലെ. അപ്പൊ മോക്ഷം കിട്ടണം. ഈ ജനിക്കുക, മരിക്കുക, പുനരധിജനനം, എന്ന് പറഞ്ഞ് ജനിച്ചു മരിച്ച് ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച്. അപ്പോ അങ്ങനെ വല്ലാത്തൊരു പ്രാരാബ്ധ ജീവിതമാണ്, അല്ലെ. അപ്പൊ ഈ പ്രാരാബ്ധ ജീവിതത്തിൽ നിന്നൊരു മോക്ഷം വേണം എന്ന് ഇച്ഛിക്കുന്ന മുഷുക്കൾക്ക്, അവർക്ക് ആണ് ഈ രാമായണം രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥം. അപ്പൊ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് രാമായണ? ഈ രാമായണം ഞാൻ രചിക്കുന്നത് എന്തിനാണ്? മോക്ഷം പ്രാപിക്കുന്നുണ്ട്, അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ വൈകുണ്ഠത്തിലെത്തിപ്പെടാൻ. സോ മോക്ഷാർത്ഥമിനി അതിനെ ശ്രീ മഹാരാമായണം ചമക്കെന്നരുൾ ചെയ്തു. ആര് ചെയ്തു? അല്ലയോ മുനി, ബ്രഹ്മാവ് വാൽമീകി ഋഷിയുടെ ആശ്രമത്തിലേക്ക് ഇറങ്ങി വന്ന് ബ്രഹ്മാവ് പറയുന്നുണ്ട് വാൽമീകിയോട്, നീ ആ ക്രൗഞ്ചമിഥുനങ്ങൾ ശരമേറ്റ് വീഴുമ്പോൾ ദുഃഖത്തിലുണ്ടായ ആ ശോകത്തിൽ നിന്നുണ്ടായ ശ്ലോകം ഉണ്ടല്ലോ, ആ വൃത്തത്തിൽ വേണം നീ എന്ത് ചെയ്യാൻ? ആ വൃത്തത്തിൽ വേണം. സംസ്കൃതത്തിൽ അനുഷ്ഠിപ്പ് എന്നൊക്കെ പറഞ്ഞ വൃത്തം ഉണ്ടല്ലോ. അപ്പൊ ആ വൃത്തത്തിലാണ് രാമചരിതം കംപ്ലീറ്റ് നീ രചിക്കേണ്ടത് എന്ന് ബ്രഹ്മാവ് തന്നെ പറഞ്ഞിട്ടാണ് വാൽമീകി രാമായണം രചിക്കാൻ തുടങ്ങിയത് എന്നുള്ളത്. അപ്പൊ ഈ വാൽമീകിക്ക് മുമ്പേ വന്ദിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ. അപ്പോ ഇവിടെ പറയുന്നു, രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം മുനിപ്രവരനായി വന്നത് കണ്ടു ദാദാ, ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമക്കെന്നരുൾ ചെയ്തു. നീ ചമയ്ക്കൂ എന്നരുൾ ചെയ്തു. ആരോട് അരുൾ ചെയ്തു? ബ്രഹ്മാവ് വാൽമീകി ഋഷിയോട് പറയുകയുണ്ടായി. പിന്നെയോ അടുത്ത്
വീണാപാണിയുമുപദേശിച്ചു രാമായണം. വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുകമവെണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നതാനും അതിനെന്താവതിപ്പോൾ. ഇനി പറയണം, എന്താ പറയാൻ നോക്കും. വീണാപാണിയും ഉപദേശിച്ചു. അപ്പോ ബ്രഹ്മാവ് ഇറങ്ങി വന്ന് വാൽമീകിയുടെ ആശ്രമത്തിൽ വന്ന് നീ രാമായണം രചിക്കണം എന്ന് പറഞ്ഞു. തൊട്ടുടനെ ആരും വരുന്നുണ്ട്. വീണാപാണി എന്ന് പറഞ്ഞാൽ ആരാണ്? നാരദൻ അല്ലേ? വീണയും ഏന്തിയിട്ടുള്ള നാരദൻ ആശ്രമത്തിൽ വന്നു. അപ്പോ ബ്രഹ്മാവ് രാമചരിതം രചിക്കാൻ വേണ്ടി ആ ശ്ലോകത്തിൽ അല്ലെങ്കിൽ ആ ശ്ലോകം അല്ലെങ്കിൽ മാനിഷാദ എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ രചിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ രാമചരിത കഥ മൊത്തം തന്റെ മനസ്സിലേക്ക് വരുമോ? അപ്പോഴാണ് നാരദമുനി വരുന്നു. നാരദമുനി പറഞ്ഞു, നിനക്ക് പ്രത്യേക സാൽവേഷൻ അല്ലെങ്കിൽ പ്രത്യേക ബെനിഡിക്ഷൻ വഴി രാമകഥകളൊക്കെ അങ്ങോട്ട് എഴുതാൻ തുടങ്ങിയ ഓർമ്മ. അതാണ് ഈ ഗുരുകടാക്ഷം എന്ന് പറയുന്നത് അല്ലേ? ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, സാറേ അല്ലെങ്കിൽ പരീക്ഷ ആണ്, അപ്പോൾ പ്രാർത്ഥിക്കണേ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ നമ്മളെന്താ കുട്ടികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? നിനക്ക് ഫുൾ A+ കിട്ടട്ടെ എന്നാണോ? അങ്ങനെ പ്രാർത്ഥിച്ചാൽ കിട്ടുമോ? അങ്ങനെയല്ല. ഞാൻ എന്തൊക്കെ വിദ്യകൾ പകർന്നു നൽകിയിട്ടുണ്ടോ ആ വിദ്യകളൊക്കെ യഥാസമയം വേണ്ട സമയത്ത് വേണ്ട പോലെ ശിഷ്യന്മാരുടെ ബുദ്ധിയിൽ ഉദിപ്പിക്കണമേ എന്നേ പ്രാർത്ഥിക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ ഇവിടെയും പറയുന്നതാണ്, നാരദമുനിയും ബ്രഹ്മാവും ഒക്കെ പ്രത്യേകിച്ച് വാൽമീകി ഋഷിക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഈ വാൽമീകി രാമായണം രചിക്കുമ്പോൾ രാമൻ ജീവിച്ചിരിപ്പുണ്ട്. അതാണ്. അപ്പോ അതുകൊണ്ടാ പറയുന്നത് എന്ത്, വീണാപാണിയും ഉപദേശിച്ചു. വീണാപാണി എന്ന നാരദനും ഉപദേശിച്ചു വാൽമീകിയോട്. പിന്നീട് ബ്രഹ്മാവ് പോയി കഴിഞ്ഞതിന് ശേഷം വാൽമീകി രാമായണത്തിൽ നാരദൻ വരികയും നാരദന് പറയുകയും ചെയ്യുന്നുണ്ട് അല്ലേ? എന്താ പറയുന്നത്? വീണാപാണിയും ഉപദേശിച്ചു രാമായണം. രാമന്റെ കഥ ഇങ്ങനെയൊക്കെയാണ് എന്ന് നാരദമുനിയും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെയോ എവിടെ? വാണിയും വാൽമീകി തൻ നാവിന്മേൽ വാണിയിടിനാൾ. അപ്പോ പിന്നെ നമുക്കറിയാം, ഇതൊക്കെ നമ്മുടെ നാവിൽ വരണമെങ്കിൽ വാണി സരസ്വതിയും കടാക്ഷിക്കണം. അങ്ങനെ വാണിയിടുക, വാണിയും വാൽമീകിയുടെ നാവിന്മേല് സരസ്വതി ദേവിയും. അങ്ങനെ ഇപ്പൊ എല്ലാം യോഗ്യതയായി അല്ലെ? എല്ലാവരും അനുഗ്രഹം കിട്ടി. സരസ്വതി ദേവി നാവിന്മേലുണ്ട്. അങ്ങനെ എഴുത്തച്ഛൻ രാമായണം രചിക്കാൻ ആരംഭിക്കുകയാണ്. പിന്നെയോ വാണിയിടുക മവ്വണ്ണമെൻ നാവിന്മേൽ, അപ്രകാരം വേണ്ട പ്രകാരം എൻ്റെ നാവിന്മേല് സരസ്വതി ദേവിയും വാണിയിടണം ചൊൽവാൻ. പക്ഷെ പറയുന്നത് എന്താ അറിയോ? നാണമാകുന്നതു താനും അതിനെന്താ വതിപ്പോൾ. ഈ വലിയൊരു ഗ്രന്ഥരചന നടത്തുമ്പോൾ എനിക്ക് അല്പം നാണവും ഉണ്ട്. എന്താ നാണം എന്ന് പറഞ്ഞാൽ ഒരു 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 ലജ്ജ. എന്താ ലജ്ജ? ഇത്രയും സർവശ്രേഷ്ഠമായിരിക്കുന്ന രാമചരിതം രചിക്കാൻ ഞാൻ യോഗ്യനാണോ എന്നാലോചിക്കുമ്പോൾ എനിക്ക് അല്പം നാണവും വരുന്നുണ്ട് എന്ന്. അപ്പൊ നാണമാകുന്നത് താനും അതിനെ എന്താവതിപ്പോൾ എന്ന്. ഇനി എന്താ അടുത്ത് പറയുന്നത്? വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അതാണ് നാണമാകാൻ കാരണം. ഏതാണ്? ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ഉപദേശിക്കാൻ ഞാൻ അധികാരിയാണപ്പാ. ആണോ? എനിക്ക് ഡൗട്ടുണ്ട്. നമ്മളൊരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കതിന് ശാസ്ത്രയുക്തിയാൽ നമുക്കതിന് യോഗ്യതയുണ്ടോ? ഇല്ലേ? എന്നൊക്കെയാണെങ്കിൽ PhD എടുത്തവര് എന്നൊക്കെ പറയാം. അന്ന് PhD ഒന്നുമില്ലല്ലോ. ഇപ്പൊ വ്യാസമോ എന്നല്ലേ? ഏത് സർവകലാശാലയിൽ PhD എടുത്താന്ന് ആർക്കറിയാം? ഇന്ന് PhD അല്ല, അതിന്റെ അപ്പുറത്തെ ഡി എടുത്തു കൊടുക്കും. വ്യാസന്റെ പോലെ ഒരു രചന സാധ്യമാണോ? ഇവിടെ പറയുകയാണ്, വേദങ്ങളും ശാസ്ത്രങ്ങൾക്കും അധികാരിയല്ലെന്നതോർക്കുമ്പോഴാണ് എനിക്ക് നാണം വരുന്നത്.
അങ്ങനെയുള്ള ഞാന് ഇങ്ങനെയുള്ളൊരു സംരംഭത്തിൽ ഏർപ്പെടുമ്പോൾ അതെവിടെ ചെന്ന് അവസാനിക്കും എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നാണമാകുന്നു എന്നുള്ളതാണ്. പിന്നെയോ ഛേദസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലെ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ വരികയാണെങ്കിൽ കൃപയാലെ എല്ലാവരും ക്ഷമിക്കണമേ എന്ന് താഴ്മയോടെ പറയുകയാണ് ചൊല്ലുവാൻ. നെക്സ്റ്റ് എന്താണ്? അധ്യാത്മപ്രദീപകമത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ധിക്ത ജന്മം കൊണ്ടേ. മുക്തി സിദ്ധിക്കും അസന്ധിക്തം ഈ ജന്മം കൊണ്ടേ. എന്താ പറയുന്നത് നോക്കും. അടുത്ത് പറയുന്നത് എന്താ? അധ്യാത്മ പ്രദീപക മത്യന്തം അഥവാ അധ്യാത്മ പ്രദീപകം അത്യന്തം, അതായത് അങ്ങേയറ്റം. പ്രദീപകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ അധ്യാത്മത്തെ ഓർമ്മിപ്പിക്കുന്ന എന്നുള്ളത്. അപ്പോൾ അധ്യാത്മ പ്രദീപകം അത്യന്തം, അങ്ങേയറ്റം ആധ്യാത്മികതയെ നമ്മളെ മനസ്സിലേക്ക് ഓർമ്മിപ്പിക്കുന്ന രഹസ്യമേ അല്ലേ? വളരെ ഏറ്റവും രഹസ്യമാണ്. അപ്പൊ രാജഗുഹ്യം എന്ന് പറയുന്നില്ല ഗീതയിൽ. അപ്പോ ഇവിടെ ഈ ഇത്രയും രഹസ്യമായിട്ടുള്ള ഈ അധ്യാത്മവിദ്യ എന്ന് പറഞ്ഞാൽ അത് അതീവ ഗൂഢമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നവർക്കൊക്കെ ആധ്യാത്മിക മേഖലയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അല്ലാത്തവർക്ക് പുരാണ ഇതിഹാസങ്ങളൊക്കെയാണ് നല്ലത് അല്ലേ? പുരാണങ്ങളൊക്കെ ദേവി ദേവന്മാരുടെ കഥകൾ രൂപത്തിലൂടെ ആത്യന്തികമായ സത്യത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അത് തൻ്റെ മനസ്സിലേക്ക് വേഗം കയറും ഇല്ലേ? അല്ലാണ്ട് ഏറ്റവും അധ്യാത്മശാസ്ത്രമൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അത് വളരെ ഗുഹ്യമാണ്, രഹസ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ത്? അധ്യാത്മ പ്രദീപകമത്യന്തം രഹസ്യമീ അധ്യാത്മ രാമായണം. ഈ അധ്യാത്മ രാമായണം എന്ന് പറഞ്ഞാൽ അത് അതീവ രഹസ്യമായിട്ടുള്ള എന്ത് രഹസ്യമാണ്? അതായത് ആത്യന്തികമായ സത്യം എന്താണ് എന്ന് കാണിച്ചു തരുന്ന സീക്രട്ട്. രാജവിദ്യ രാജഗുഹ്യം എന്ന് ഗീതയിൽ പറഞ്ഞില്ലേ? അങ്ങനെയുള്ള ഈ ഗ്രന്ഥരചന അത് അതീവ രഹസ്യമാണ്. കാരണം ഈ വിശ്വപ്രപഞ്ചം മായയാൽ മൂടപ്പെട്ടതാണ്. ആ മായാവരണത്തെ ഓരോന്നോരോന്ന് അഴിച്ച് കളഞ്ഞു ചെല്ലുമ്പോഴും ഉള്ളി തോലൊടിക്കുമ്പോൾ അവസാനത്ത് എത്തുമ്പോഴേ എന്താണ് ആത്യന്തിക സത്യം, സെർച്ചിങ് ദ ട്രൂത്ത്, സത്യാന്വേഷണം അനുഭവിച്ചറിയാൻ പറ്റും, കണ്ടെത്തലല്ല. അപ്പോൾ ഇവിടെ പറയുന്നു അതുകൊണ്ടാണ് വളരെയധികം അങ്ങനെ പറയാൻ കാരണം. അധ്യാത്മ രാമായണം അത് മൃത്യുശാസന പ്രോക്തം. മൃത്യുശാസനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? മൃത്യുശാസ്ത്രൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് യമദേവനെയാണ്. യമനെ ശാസിക്കുന്നതെന്ന് പറഞ്ഞാൽ പരമശിവൻ. അപ്പം ഇവിടെ പരമശിവനാൽ പ്രോക്തം പറയപ്പെട്ടുള്ളത് എന്നാണ്. എന്താ ഇവിടെ പറയാൻ കാരണം? ശിവപാർവതി സംവാദമാണല്ലോ അധ്യാത്മരാമായണം. ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണല്ലോ അധ്യാത്മരാമായണം. ഇവിടെ എഴുത്തച്ഛൻ്റെ അല്ല കേട്ടോ. എഴുത്തച്ഛൻ തർജ്ജമ ചെയ്യാൻ അവലംബിച്ചിട്ടുള്ളത് അധ്യാത്മരാമായണം സംസ്കൃതത്തിലുള്ള മൂലകൃതിയാണ്. അത് വ്യാസൻ രചിച്ചിട്ടുള്ളതാണ്. അത് കംപ്ലീറ്റ് സംസ്കൃത ശ്ലോകങ്ങളാണ്. അതിന് മുഴുവൻ ശിവപാർവതി സംവാദമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം. എങ്ങനെ? ഈ വരി നമുക്കെല്ലാം പറഞ്ഞു തരുന്ന ഈ അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം, മൃത്യുശാസനൻ പറയപ്പെട്ടുള്ള എന്നത്. ഇനി എന്താ പറയുന്നത്? അധ്യയനം ചെയ്തിടും. ഇത് പഠിക്കുന്നവർക്ക്, അധ്യയനം ചെയ്യാനോ പഠിക്കുക, ഇത് വേണ്ട രീതിയിൽ പഠിക്കുന്നവർക്ക്
മർത്യജന്മികൾക്കെല്ലാം, അത് ഈ ഭൂമിയിലുള്ള എല്ലാ ആരൊക്കെ ഇത് പഠിക്കുന്നുവോ, ഇന്നിപ്പോ ഈ രാമായണമൊന്നും ആർക്കും വേണ്ടല്ലേ, കുറച്ച് വയസ്സായ ആൾക്കാരൊക്കെ ഭക്തി രൂപത്തിൽ ഈ കർക്കിടക മാസത്തിൽ മാത്രം രാമായണം ചെല്ലുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. രാമായണം ചെല്ലാന് രാമായണ മാസം എന്ന് പറഞ്ഞൊരു മാസമൊന്നും ഇല്ല സത്യം പറഞ്ഞാല്. അത് ഇവിടെ കേരളത്തിൽ അങ്ങനെ പഞ്ഞമാസത്തെ രാമായണ മാസമാക്കി തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് അല്ലേ കുറച്ചാൾക്കാർ. അപ്പോൾ ഇവിടെ ഈ മാസം കഴിഞ്ഞാലും രാമായണം, ഇപ്പൊ ഈ രാമായണ മാസത്തിൽ തന്നെ ഇത് രാമായണം വായിച്ചു തീർക്കണമെന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ അങ്ങനെയൊക്കെ ചില വിശ്വാസങ്ങൾ നമ്മുടെ അറിയാം, അങ്ങനെ വായിക്കണം ഇങ്ങനെ വായിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ വായിക്കാം. അങ്ങനെയൊക്കെ വായിക്കാൻ പോയാൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വായിച്ചെടുക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വായിക്കുക എന്നുള്ളതാണ്. അപ്പം അല്പാൽപ്പം നമുക്ക് ഉച്ചാരണത്തിലൊക്കെ പെശക്ക് അവിടെ ഇവിടെയൊക്കെ വന്നേക്കാം. നമുക്ക് തന്നെ ചിലപ്പോ കാരണം ഈ എഴുത്തച്ഛനൊക്കെ വാക്കുകളെ കൊണ്ട് ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ അത് പദച്ഛേദം ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ പോലും മിസ്റ്റേക്ക് സംഭവിക്കാം, ഒരുപാടുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മളും അതേമാതിരി ഒരു ആമുഖം എന്ന രീതിയിൽ പറയാറുണ്ട് തെറ്റുകൾ സംഭവിക്കാമെന്ന്, എഴുത്തച്ഛൻ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ, ഈ അധ്യയനം ചെയ്യുന്നവർക്കൊക്കെ, അങ്ങനെയുള്ള മർത്യന്മാർക്കെല്ലാം, അങ്ങനെയുള്ള മനുഷ്യർക്കെല്ലാം ഇവിടെ എന്താ പറയുന്നത്, മർത്യജന്മികൾക്കെല്ലാം മുക്തി കിട്ടും ചെല്ലാതെ. മുക്തി സിദ്ധിക്കും ലഭിക്കും. എങ്ങനെ? അസന്ധിഗ്ധം എന്ന് പറഞ്ഞ തറപ്പിച്ച് ഞാൻ പറയുകയാണ്. എങ്ങനെ അസന്തമി? ഈ ജന്മം കൊണ്ട് തന്നെ, നാളെയല്ല, അടുത്ത ജന്മത്തിലല്ല, മുൻജന്മം ഏതായാലും കഴിഞ്ഞു. അപ്പൊ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. അപ്പൊ കുട്ടികളെയൊക്കെ ഒന്ന് ഈ രാമകഥകളൊക്കെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കുക, ചൊല്ലിപ്പിക്കുന്നില്ല എങ്കിലും. മാത്രമല്ല ഈ രാമായണ ക്ലാസ്സുകളിലേക്കൊക്കെ കഴിയുന്നതും യുവജനങ്ങളെയും കുട്ടികളെയും ആകർഷിപ്പിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ രാമായണ മാസമൊക്കെ ആചരിക്കുന്നുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിലാണോ? നമുക്ക് വയസ്സാവുന്ന സമയത്ത് ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാന്ന് വിചാരിച്ചാൽ നടപ്പാവുന്ന കാര്യമാണോ? അല്ല അല്ലേ? പക്ഷെ അത് നമ്മുടെ ഹിന്ദുക്കളുടെ ഇടയിൽ മാത്രം കാണുന്നില്ല. അറിയാം, മറ്റിപ്പോ ക്രിസ്ത്യൻസൊക്കെ ആണെങ്കിൽ സൺഡേ ക്ലാസ് പള്ളിയിൽ കൃത്യമായി അവർ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഖുർആൻ ക്ലാസ് ഉൾക്കൊള്ളുന്നുണ്ട്, അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അവരുടെ ഗ്രന്ഥത്തെക്കുറിച്ച് 10 ആൾക്കാരെ വിളിച്ച് ഇന്റർവ്യൂ നടത്തിയാൽ 10 ആൾക്കാരും ഒരേ ഉത്തരം പറയും. നമ്മുടെ ഹിന്ദു ശാസ്ത്രത്തെക്കുറിച്ച് 10 ഹിന്ദു കുട്ടികളെ വിളിച്ച് ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർ 10 ഉത്തരവും തരിക. കാരണം ആരും ഒന്നും തന്നെ അടിസ്ഥാനപരമായിട്ട് പഠിക്കുന്നതുകൊണ്ട്. അപ്പൊ ഇവിടെ പറയുന്നു, അതാണ് അധ്യയനം ചെയ്യണം അല്ലേ. സ്വാധ്യായ പ്രമാദികൾ, നമ്മളെ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം കഴിഞ്ഞു പോകുമ്പോൾ കൊടുക്കുന്ന തത്വോപദേശമാണല്ലോ നമുക്കല്ലേ. ധർമ്മം ചര അല്ലേ, പറയാറില്ലേ, നീ ധർമ്മത്തിലൂടെ സത്യം വദ ധർമ്മം ചര സ്വാധ്യായ പ്രമാദ. നീ എന്ത് ചെയ്യണം? സത്യമേ പറയാവൂ മോനെ. സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ധർമ്മത്തിലൂടെ പോകാവൂ മോനെ നീ പോകുമ്പോൾ. പിന്നെ ഇത് പണ്ടത്തെ ഗുരുനാഥന്മാർ പറഞ്ഞു കൊടുക്കുന്ന സെന്റ് ഓഫിൽ എന്ന് പറഞ്ഞു കൊടുക്കുന്ന തത്വങ്ങൾ. ഇന്ന് സെന്റ് ഓഫിൽ അന്ന് എന്തൊക്കെയാണ്? പൊടി വാരി എറിഞ്ഞ് എത്രയൊക്കെ കോലം കെട്ട് ഏറ്റവും സർവശ്രേഷ്ഠമായ ഒരു ദിനത്തെ അവര് ആഭാസമാക്കുന്ന കലാലയ രീതിയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ പറയുകയാണ് എന്ത്? അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തിയാണ് ലഭിക്കാൻ പോണത്. അൾട്ടിമേറ്റ് സാൽവേഷൻ സിദ്ധിക്കും, അതിന് സംശയമൊന്നുമില്ല, ഈ ജന്മം കൊണ്ട് തന്നെ എന്ന് പറയുന്നു. ഇനി എന്താ പറയുന്നത് നോക്കൂ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ, ചൊല്ലിയിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം, ബുദ്ധിമത്തുക്കളായോരി കഥ കേൾക്കുന്നാകിൽ. അതാണ് പറഞ്ഞത്. അടുത്തെന്താ പറയുന്നു? നിങ്ങളിത് കേൾക്കുമ്പോൾ എങ്ങനെ കേൾക്കണം? ഒരു യോഗ്യത പറയുന്നുണ്ട് എഴുത്തച്ഛൻ. എങ്ങനെയാ എഴുത്തച്ഛൻ? ഭക്തി കൈക്കൊണ്ടു. ഞാൻ പറഞ്ഞല്ലോ പ്രാരംഭത്തിൽ, രാമായണം ഭക്തി, യുക്തി, വിഭക്തി എങ്ങനെ സമീപിക്കാമെന്ന്. ചില രാമായണമൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഭക്തി രൂപേണയായിരിക്കില്ല. അപ്പൊ നിങ്ങൾ ഈ രാമായണമൊക്കെ പാരായണം ചെല്ലുമ്പോൾ രാമനെ ഉള്ളിൽ പ്രതീക്ഷിച്ച് രാമനോടുള്ള അഗൈതമായിരിക്കുന്ന ഭക്തിയോടെ ആയിരിക്കണം രാമായണം പഠിക്കേണ്ടത്. അപ്പോ
ഭക്തി കൈക്കൊണ്ടു വേണം, അതാണ് യോഗ്യത രാമായണം പഠിക്കാനുള്ളത് അല്ലേ. അപ്പോ ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ, നിങ്ങൾ എല്ലാവരും കേൾക്കണം ഞാൻ പറയപ്പെടുന്ന രാമചരിത കഥ. കേട്ടുകൊള്ളുവിൻ, ചൊല്ലിയിടുവാൻ എത്രയും. ഞാൻ പറയാൻ പോവുകയാണ്, ചുരുക്കിയിട്ടാണ് പറയുന്നത്, വളരെ സംക്ഷിപ്തമായിട്ടാണ് പറയുന്നത്, ചുരുക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. കാരണം വാൽമീകി രാമായണത്തിൽ 24,000 ശ്ലോകമുണ്ട്. അതിന്റെ ബ്രീഫായിട്ടാണ് ഞാൻ ഇവിടെ ഈ അധ്യാത്മ രാമായണം രചിക്കുന്നത്. അപ്പം എത്രയും ചുരുക്കി ഞാൻ രാമ മഹാത്മ്യമെല്ലാം ആർക്കാ പറയുന്നത്, ഇനി പറയുന്നത് ബുദ്ധിമത്തുക്കളായോരീ കഥ. അല്ല, ബുദ്ധിമത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേകികൾ, എൻലൈറ്റൻ സ്കോളർ ആയിരിക്കുന്ന, ബുദ്ധിയെ ഉണർത്താൻ കഴിവുള്ളവര്, അവരെയാണ് ബുദ്ധിമത്തുക്കൾ എന്ന് പറയുന്നത്. വിവേകികൾ ആയ ഒരു ആൾക്കാർ ഈ കഥ കേൾക്കുന്നത്. അങ്ങനെന്താ, വിവേകികൾ ഇത് കേൾക്കുമ്പോൾ വിവേക ബുദ്ധി ഉണർന്ന് അവർക്ക് വിവേകം നേടാൻ പറ്റും. വികാര ബുദ്ധിയല്ല, രണ്ട് ബുദ്ധിയുണ്ട്, വികാര ബുദ്ധിയും വിവേക ബുദ്ധിയും. അപ്പൊ ചിലരൊക്കെ വിവേക ബുദ്ധിയുടെ പിന്നാലെ പോകും, ചിലർ വികാര ബുദ്ധിയുടെ പിന്നാലെ പോകും. യു ഹാവ് ടു പേഴ്സണാലിറ്റി, വൺ ഈസ് ഇമോഷണൽ പേഴ്സണാലിറ്റി, അനദർ ഈസ് ഇന്റലിജന്റ് പേഴ്സണാലിറ്റി. അപ്പൊ അത് ഏത് കൂടെയാണ് പോകേണ്ടത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ എന്തായാലും ബുദ്ധിയുള്ള ആൾക്കാർ ഇത് കേൾക്കുകയാണെങ്കിൽ, ബുദ്ധി മത്തുക്കളായോരീ കഥ കേൾക്കുന്നതാകിൽ, കണ്ടീഷൻ ക്ലോസ് അവിടെ കേൾക്കുന്നു എങ്കിൽ അവരെന്താവും, ബദ്ധരാകിലുമുടൻ, ഇങ്ങനെ ബന്ധിച്ചിരിക്കുന്ന, ചെയിൻഡപ്പ് ആയിരിക്കുന്ന അതുണ്ടല്ലോ, ആ കെട്ടൊക്കെ വിടുന്നു. ഇപ്പൊ നിങ്ങളെ കെട്ടിപ്പൂട്ടിയിരിക്കുകയാണ് കുടുംബവും ഭാര്യയും കുട്ടികളും ഒക്കെ. എപ്പോഴാ നമ്മള് ബന്ധം വിടുക? മരിക്കുമ്പോഴല്ലേ. അപ്പോ മരിക്കണതിന് മുമ്പേ തന്നെ ഈ കൂട്ടിപ്പിടുത്തൊക്കെ ഒന്ന് വിടാം. അങ്ങോട്ട് വിടാന്ന് പറഞ്ഞാൽ സാധിക്കണില്ല എല്ലാവർക്കും അല്ലേ. പ്രിയപ്പെട്ടതിനെയൊക്കെ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ സാധ്യമാണോ? അല്ല. ഇതൊക്കെ ഭക്തി രൂപത്തിൽ പഠനം നടത്തിയാല് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ബന്ധനം ആ ബന്ധനത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം പ്രാപിക്കാമെന്ന്. അതാണ് ബദ്ധരാകിലും എന്ന് പറഞ്ഞാൽ, നിങ്ങളൊക്കെ സംഭവം ബന്ധനത്തിലുള്ളവർ തന്നെയാണ് എങ്കിലും ഉടൻ തന്നെ ആ ബന്ധനമൊക്കെ വിട്ട് നിങ്ങൾക്ക് ഒരു ആത്യന്തികമായ ലക്ഷ്യപ്രാപ്തിയെ നേടാം എന്നതാണ് അവിടെ പറയുന്നു. ബന്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും, നിങ്ങളൊക്കെ ഫ്രീ പീപ്പിൾ ആവും, അപ്പോഴേ നിങ്ങൾക്ക് മുക്തി ലഭിക്കുകയുള്ളൂ. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അല്ലാണ്ട് വലിയൊരു ബാങ്ക് ബാലൻസ് ഒക്കെ മരണസമയത്ത് കയ്യിലും പിടിച്ചു പോകാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, അത് അസാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം.